ഈ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരു രാജ്യമാണ് സത്യത്തിൽ ഇതിൽ ജയിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലെ വളരെ ചെലവേറിയതും രക്തരൂഷിതമായതുമായ ഒരു യുദ്ധം നടക്കുമ്പോൾ ചൈന ഇതെല്ലാം മാറി നിന്ന് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും പതുക്കെ കരുത്താർജിക്കുകയും ചെയ്യുകയാണ്. അമേരിക്കയുടേത് ഒരു ചുറ്റിക പ്രയോഗമാണെന്ന് പറയാം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ സൈനിക ശക്തി ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ശക്തമായിട്ട് അവർ തിരിച്ചടിക്കും. ബോംബുകൾ, മിസൈലുകൾ, ആക്രമണങ്ങൾ. പതിറ്റാണ്ടുകളായിട്ട് അമേരിക്കയുടെ രീതി ഇതാണ്. എന്നാൽ ചൈനയുടെ രീതി തികച്ചും വ്യത്യസ്തമാണ്. ദ ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തിലെ ഒരു പഴയ ആശയമാണ് അവർ പിന്തുടരുന്നത്. യുദ്ധം ചെയ്യാതെ ജയിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുന്നതിന് പകരം ചൈന തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. അവർ കാത്തിരിക്കും, നിരീക്ഷിക്കും, എന്നിട്ട് ശരിയായ സമയം വരുമ്പോൾ ഒരു വെടിയുണ്ട പോലും പൊട്ടിക്കാതെ കളി മാറ്റിമറിക്കുന്ന ഒരു നീക്കം നടത്തും. ഇപ്പോഴത്തെ യുദ്ധത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്ക ജയിക്കുന്നു. അവര് ഇറാനെ സൈനികമായിട്ട് പരാജയപ്പെടുത്തി. അവിടുത്തെ സർക്കാരിനെ താഴെ ഇറക്കി. അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ അവിടെ കൊണ്ടുവന്ന് വിജയം പ്രഖ്യാപിക്കുന്നു എന്ന് വിചാരിക്കുക. പുറമേ നോക്കുമ്പോൾ ഇത് അമേരിക്കയുടെ വിജയമായിട്ട് തോന്നും. പക്ഷേ അതിനു വന്ന ചെലവ് എത്രയാണെന്ന് നോക്കൂ. യുദ്ധങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളറാണ് ചെലവാക്കുന്നത്. ഓരോ ബോംബിനും, ഓരോ മിസൈലിനും, ഓരോ സൈനിക നീക്കത്തിനും അവർ പണം കണ്ടെത്തുന്ന കടം വാങ്ങിയിട്ടാണ്. അമേരിക്ക ഇതിനകം തന്നെ വലിയ കടത്തിലാണ്. യുദ്ധം അവരെ കൂടുതൽ കടക്കണിയിലാക്കും. അമേരിക്ക ഇങ്ങനെ വീണ്ടും വീണ്ടും കടം വാങ്ങുമ്പോൾ ഡോളറിന്റെ മൂല്യം പതുക്കെ ഇടിയുകയും കാലക്രമേണ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ ദുർബലമാവുകയും ചെയ്യും. ഇവിടെയാണ് ചൈന തങ്ങളുടെ നേട്ടം കാണുന്നത്. അമേരിക്കയുടെ വലിയൊരു ശതമാനം കടബാധ്യതകളും ചൈനയുടെ കൈകളിലാണ്. സാമ്പത്തികമായിട്ട് തകർന്ന അമേരിക്ക എന്ന് പറഞ്ഞാല് ഡോളറിന്റെ സ്വാധീനം കുറയുന്നു എന്നാണ് അർത്ഥം. അതുവഴി ചൈനയുടെ ശക്തിയും സ്വാധീനവും വർദ്ധിക്കും. അതുകൊണ്ട് അമേരിക്ക യുദ്ധക്കളത്തിൽ ജയിച്ചാലും പിന്നാമ്പുറത്ത് നേട്ടമുണ്ടാക്കുന്നത് ചൈനയാണ്. ഇനി രണ്ടാമത്തെ സാഹചര്യം നോക്കാം. അമേരിക്കയ്ക്ക് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നില്ല. അവർ അവിടെ കുടുങ്ങിപ്പോകുന്നു. വലിയ എതിർപ്പുകൾ നേരിടുന്നു. അവസാനം അവിടെ നിന്ന് പിന്മാറേണ്ടി വരുന്നു എന്ന് വിചാരിക്കുക. ഇത് ചൈനയെ സംബന്ധിച്ച് ഇതിലും വലിയ ലോട്ടറിയാണ്. ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ അധികാരത്തിന്റെ അടിസ്ഥാനം തന്നെ പെട്രോ ഡോളർ സിസ്റ്റമാണ്. അതായത് ലോകത്തെ എണ്ണ വ്യാപാരം കൂടുതലായും നടക്കുന്നത് അമേരിക്കൻ ഡോളറിലാണെന്ന ആശയം 1970-കളിൽ സൗദി അറേബ്യയുമായി ഉണ്ടാക്കിയ കരാറുകളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം. ഇത് ലോകത്ത് ഡോളറിന് എപ്പോഴും വലിയ ഡിമാൻഡ് ഉണ്ടാക്കുകയും അമേരിക്കയുടെ സൈനിക ആവശ്യങ്ങൾക്കും അവരുടെ ജീവിത രീതിക്കും വേണ്ട പണം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽ അസ്ഥിരത ഉണ്ടാക്കുകയും എണ്ണ വിതരണം ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് കഴിയാതെ വരികയും ചെയ്താലേ ഈ സിസ്റ്റത്തിലുള്ള വിശ്വാസം തകരാൻ തുടങ്ങും. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും, എന്തിനാണ് എണ്ണ വ്യാപാരം എപ്പോഴും ഡോളറിൽ തന്നെ നടത്തുന്നത്? എന്തുകൊണ്ട് മറ്റ് നാണയങ്ങൾ ഉപയോഗിച്ചുകൂടാ? എണ്ണ വ്യാപാരത്തിലേക്ക് സ്വന്തം നാണയമായിട്ടുള്ള യുവാൻ കൊണ്ടുവരാൻ ചൈനയ്ക്ക് ഇത് വലിയൊരു അവസരമാണ് നൽകുന്നത്. ഇവിടെയാണ് ഇറാന് വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നത്. യുറേഷ്യയിലെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇറാന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ വൻകരകളെ റോഡുകൾ, റെയിൽവേ, തുറമുഖങ്ങൾ, പൈപ്പ് ലൈനുകൾ എന്നിവ വഴി ബന്ധിപ്പിക്കുന്ന ചൈനയുടെ വലിയ പദ്ധതിയായിട്ടുള്ള ബെൽറ്റ് ആൻഡ് റോഡ് വിഷന്റെ കേന്ദ്ര ബിന്ദുവാണ് ഇറാന്. കുറഞ്ഞ വിലയിൽ ദീർഘകാലത്തേക്ക് എണ്ണ ലഭിക്കുന്നതിന് പകരമായി വലിയ നിക്ഷേപങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ചൈന ഇതിനകം തന്നെ ഇറാനുമായിട്ട് 25 വർഷത്തെ കരാറ് ഒപ്പിട്ടിട്ടുണ്ട്. അതിനർത്ഥം അമേരിക്കൻ ബോംബുകൾ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുകയും അവരെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ചൈന ഇറാനെ അവരുടെ സാമ്പത്തിക ശൃംഖലയിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ എത്രത്തോളം ഒറ്റപ്പെടുന്നുവോ അത്രത്തോളം അവർക്ക് ചൈനയെ ആശ്രയിക്കേണ്ടി വരും. ഇറാനെ തകർക്കാൻ വേണ്ടി തുടങ്ങിയ യുദ്ധം സത്യത്തിൽ അവരെ ചൈനയുമായി കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഉപരോധങ്ങളെ മറികടക്കാൻ പുതിയ വഴികളും രീതികളും ഉപയോഗിച്ച് ചൈന ഇറാനിൽ നിന്ന് കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിട്ട് ഇത് ജീവൻ നിലനിർത്താനുള്ള പണമാണ്. ചൈനയ്ക്കാകട്ടെ ഇത് വളരെ വില കുറഞ്ഞ ഊർജവും. ഊർജത്തിന് വില കുറയുമ്പോൾ ചൈനീസ് ഫാക്ടറികൾക്ക് ഉൽപാദന ചെലവ് കുറയുകയാണ് ചെയ്യുന്നത്. ചെലവ് കുറയുമ്പോൾ ലോക വിപണിയിൽ തങ്ങളുടെ എതിരാളികളെക്കാൾ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ വിൽക്കാൻ ചൈനയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്.
യുദ്ധവും ഉപരോധങ്ങളും കാരണം അമേരിക്കൻ ബിസിനസ്സുകൾ ഉയർന്ന ഊർജ്ജ വിലയും സപ്ലൈ ചെയിൻ പ്രശ്നങ്ങളും നേരിടുമ്പോൾ ചൈനീസ് കമ്പനികൾ വളരെ സൈലന്റായി കൂടുതൽ കരുത്തരാവുകയാണ്. മാപ്പിൽ നോക്കുമ്പോൾ ഇതൊരു അമേരിക്ക ഇറാൻ യുദ്ധമാണെന്ന് തോന്നും. പക്ഷേ ഫാക്ടറികളിലും തുറമുഖങ്ങളിലും വ്യാപാര കണക്കുകളിലും ഇത് ചൈനയ്ക്കുള്ള വലിയൊരു കുതിപ്പാണ്. ഇതിൽ വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അമേരിക്ക എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ലോകം മുഴുവൻ നോക്കി കാണുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള കാരണങ്ങളില്ലാതെ അമേരിക്ക യുദ്ധത്തിന് പോകുന്നതും ബോംബാക്രമണങ്ങൾ നടത്തുന്നതും ഉപരോധങ്ങളെ ആയുധമാക്കുന്നതും കാര്യങ്ങൾ സങ്കീർണമാകുമ്പോൾ സംരക്ഷിക്കാം എന്ന് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാത്തതുമൊക്കെ ലോകം കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള മറ്റു രാജ്യങ്ങൾ ചിന്തിക്കും, അമേരിക്ക ഇറാനോട് അങ്ങനെ ചെയ്യുമെങ്കിൽ നാളെ അവർ ഇത് നമ്മളോടും ചെയ്യില്ലേ എന്ന്. ഈ പേടി കാരണം അവരിൽ പലരും മറ്റൊരു പങ്കാളിയെ അന്വേഷിക്കാൻ തുടങ്ങും. ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതിന് പകരം റോഡുകളും റെയിൽവേയും വാഗ്ദാനം ചെയ്യുന്ന ഒരു പങ്കാളിയെ. ചൈന നൽകുന്ന ഓഫർ കൃത്യമായിട്ട് ഇതാണ്: ഞങ്ങൾ നിങ്ങളുടെ തുറമുഖങ്ങൾ നിർമ്മിച്ചു തരാം, നിങ്ങളുടെ വിഭവങ്ങൾ ഞങ്ങൾ വാങ്ങാം, പകരം ഞങ്ങൾ നിങ്ങളെ ബോംബിടുകയോ നിങ്ങളുടെ രാജ്യം എങ്ങനെ ഭരിക്കണമെന്ന് ഉപദേശിക്കുകയോ ഇല്ല. തീർച്ചയായും ചൈനയ്ക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ പല വികസ്വര രാജ്യങ്ങൾക്കും എപ്പോഴും യുദ്ധം തുടങ്ങുന്ന ഒരു വലിയ ശക്തിയെ ആശ്രയിക്കുന്നതിനേക്കാൾ സുരക്ഷിതമായിട്ട് തോന്നുന്നത് ചൈനയുമായിട്ടുള്ള ഈ ഡീലാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഗ്ലോബൽ സൗത്തിലുള്ള പല രാജ്യങ്ങളും പതുക്കെ മാറാൻ തുടങ്ങുന്നു. കൂടുതൽ രാജ്യങ്ങൾ ചൈനയുമായിട്ട് വ്യാപാരം നടത്തുകയും ചൈനയുടെ നേതൃത്വത്തിലുള്ള ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ പോലെയുള്ള ഗ്രൂപ്പുകളിൽ ചേരുകയും ചെയ്യുന്നു. കൂടാതെ ഡോളർ ഒഴിവാക്കിയുള്ള വ്യാപാരങ്ങൾ പരീക്ഷിക്കുകയും ബെൽറ്റ് ആൻഡ് റോഡ് പോലെയുള്ള പ്രൊജക്ടുകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. പടിപടിയായിട്ട് പുതിയൊരു ലോകക്രമം രൂപപ്പെടുകയാണ്. അമേരിക്ക ഇപ്പോഴും ശക്തരാണ്, പക്ഷേ അവരെ ചോദ്യം ചെയ്യാൻ ആളില്ല എന്ന അവസ്ഥ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അതേസമയം ചൈന മറ്റൊരു പ്രധാന ശക്തിയായിട്ട് മാറുകയാണ്. ഈ മാറ്റത്തിന്റെ വേഗത കൂട്ടുന്ന ഒരു ഫാസ്റ്റ് ഫോർവേഡ് ബട്ടണായിട്ടാണ് ഇറാൻ യുദ്ധം പ്രവർത്തിക്കുന്നത്. ചരിത്രത്തിൽ ഇതിനു മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പുരാതന ഗ്രീസിൽ ഏതൻസും സ്പാർട്ടയും തമ്മിൽ വളരെ നീണ്ട നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യുദ്ധം നടന്നു. അവസാനം രണ്ടു കൂട്ടരും ദുർബലരായി. അതിൽ യഥാർത്ഥത്തിൽ ജയിച്ചത് ഇവർ രണ്ടുപേരുമല്ല. മാറി നിന്ന് ഇതെല്ലാം കണ്ട് തയ്യാറെടുപ്പുകൾ നടത്തി അവർ രണ്ടുപേരും തളർന്ന സമയത്ത് രംഗപ്രവേശം ചെയ്ത മാസിഡോൺ ആയിരുന്നു അന്ന് ജയിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനും ജർമ്മനിയും തമ്മിലടിച്ച് തകർന്നു. കടലാസിൽ ബ്രിട്ടൻ ജയിച്ചു, പക്ഷേ അവരുടെ സാമ്രാജ്യത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ കോട്ടങ്ങൾ സംഭവിച്ചു. ആ യുദ്ധത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഉയർന്നു വന്ന രാജ്യം അമേരിക്കയായിരുന്നു. അവർ സുരക്ഷിതമായി മാറി നിൽക്കുകയും വളരെ വൈകി മാത്രം യുദ്ധത്തിൽ പങ്കുചേരുകയും ചെയ്തു. ശേഷം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറുകയും ചെയ്തു. ഇന്ന് പഴയ ആ വലിയ ശക്തിയുടെ സ്ഥാനത്ത് അമേരിക്കയാണ്. അവരുടെ നേരിട്ടുള്ള എതിരാളി ഇറാനും. എന്നാൽ മറ്റുള്ളവർ ചോര ചിന്തുമ്പോൾ സ്വന്തം കരുത്ത് വർദ്ധിപ്പിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്ന ആളുടെ റോളിലാണ് ഇപ്പോൾ ചൈനയുള്ളത്. ഇവരുടെ പ്ലാനിങ്ങിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. ചൈനയ്ക്ക് സാങ്കേതിക വിദ്യ, വ്യവസായം, എനർജി, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഉൾപ്പെടുന്ന ദീർഘകാല പ്ലാനുകളുണ്ട്. 5 വർഷത്തേക്കും പതിറ്റാണ്ടുകൾ അപ്പുറത്തേക്കും അവർ കാര്യങ്ങൾ ചിന്തിച്ചു വെക്കുന്നു. എന്നാൽ അമേരിക്കയുടെ സിസ്റ്റം, പ്രത്യേകിച്ച് അവരുടെ വിദേശ നയം, പലപ്പോഴും വളരെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ മാത്രമായിരിക്കും. യുദ്ധത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ, ചിലപ്പോൾ ഒരു ചെറിയ കൂട്ടം ആളുകൾ മാത്രം എടുക്കുന്നതായിരിക്കും. ആദ്യത്തെ ആക്രമണത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാന് ഉണ്ടാകില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ അപ്പോഴുള്ള ഐഡിയകൾ വെച്ച് അവർ അത് നേരിടും. ഈ ഒരു വ്യത്യാസം വളരെ വലുതാണ്. ഒരു കൂട്ടര് കൃത്യമായൊരു ലക്ഷ്യമില്ലാതെ തങ്ങളുടെ വിഭവങ്ങളും വിശ്വാസ്യതയും നശിപ്പിക്കുമ്പോൾ മറുകൂട്ടർ ഓരോ പ്രതിസന്ധിയെയും തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ചിത്രം വളരെ വ്യക്തമാണ്. അമേരിക്ക വിജയം അവകാശപ്പെട്ടാലും അല്ലെങ്കിൽ പിന്മാറേണ്ടി വന്നാലും, ഇനി ഇറാൻ തകർന്നാലും പിടിച്ചു നിന്നാലും, ഇതിനെല്ലാം നേട്ടം ചൈനയ്ക്ക് തന്നെയാണ്. അമേരിക്ക ജയിച്ചാൽ തന്നെ അവർക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായിട്ടും വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ചൈനയ്ക്ക് നേരിടാനുള്ളത് ദുർബലനായിട്ടുള്ള ഒരു എതിരാളിയായിരിക്കും. ഇനി അമേരിക്ക തോറ്റാലോ ഡോളർ കേന്ദ്രീകരിച്ചിട്ടുള്ള എണ്ണ വ്യാപാരം തകരും. മറ്റ് നാണയങ്ങളും വ്യാപാര രീതികളും വളർന്നു വരും. അതുവഴി ചൈനയുടെ പ്രൊജക്റ്റുകൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കും. നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോകാതെയും യുദ്ധത്തിന്റെ സാമ്പത്തികവും മാനുഷികവുമായിട്ടുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കിയുമാണ് ചൈന ഇതെല്ലാം നേടിയെടുക്കുന്നത്. എന്നിട്ടും കൂടുതൽ സ്വാധീനവും ഊർജ്ജ സുരക്ഷയും കൂടുതൽ പങ്കാളികളെയും സ്വന്തമാക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആരാണ് ഈ യുദ്ധത്തിൽ ജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിശയകരമായിട്ടുള്ള ഉത്തരം ഇതാണ്: യുദ്ധക്കളത്തിൽ നിങ്ങൾ കാണുന്ന രാജ്യങ്ങളല്ല ഇതിൽ ജയിക്കുന്നത്. അമേരിക്ക യുദ്ധം ചെയ്യുന്നു, ഇറാൻ അത് സഹിക്കുന്നു.
എന്നാൽ വളരെ സൈലൻ്റായിട്ട് കരുക്കൾ നീക്കി തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ച് ഈ പൊടിപടലങ്ങൾ ഒക്കെ അടങ്ങാൻ കാത്തിരിക്കുന്നത് ചൈനയാണ്. യുദ്ധം ചെയ്യാതെ ജയിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം എന്ന ആ പഴയ തത്വം ഒരു രാജ്യം പ്രാവർത്തികമാക്കുന്നത് ഇങ്ങനെയാണ്.